നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ്, മാക്രോ എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് എക്കണോമിക്സ് ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ. മാക്രോ മീൻസ് ലാർജ്, മൈക്രോ മീൻസ് small. What is macroeconomics? Macroeconomics means bird's eye view, studies aggregate of economic unit. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ഐ വ്യൂ ആണ്. ഒരു പക്ഷി ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒത്തിരി ലാർജ് വ്യൂവിൽ കാണാം. അതേപോലെയാണ് മാക്രോ എക്കണോമിക്സ്. മൊത്തം കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം ഓഫ് എക്കണോമിക് യൂണിറ്റ്. It deals with determination of general price level and output in the economy. അതായത് മാക്രോ എക്കണോമിക്സിലെ മൊത്തം ജനറൽ പ്രൈസ് ലെവലാണ്. പെട്രോളിൻ്റെ മൊത്തം പ്രൈസ്, അതേപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില, അങ്ങനെ ജനറൽ പ്രൈസ് ലെവലാണ്. അല്ലാതെ ഒരു സാധനത്തിൻ്റെ വിലയല്ല മാക്രോ എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ ഇക്കോണമി, ഇക്കോണമിയിലെ ഉൽപ്പന്ന പ്രൊഡക്ഷൻ്റെ കാര്യവും പ്രൈസ് ലെവലിൻ്റെ കാര്യവും അത് ഇക്കോണമി മൊത്തം എടുത്താണ് ഡീൽ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മാത്രം എടുത്ത് ഡീൽ ചെയ്യുന്നില്ല. ദ മെത്തേഡ് ഓഫ് സ്റ്റഡി ഈസ് കോൾഡ് ജനറൽ എക്വിലിബ്രിയം അനാലിസിസ്. മാക്രോ എക്കണോമിക്സ് പറയുന്നത് എന്താണ്? ജനറൽ എക്വിലിബ്രിയം അനാലിസിസ് എന്നാണ് മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻകം തിയറി. It studies society which is immortal. Immortal എന്ന് വെച്ചാൽ എന്താണ്? What is immortal? Immortal എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്തത്, എൻഡ്ലെസ് ആണ്. ഇക്കോണമിയുടെ പ്രവർത്തനങ്ങൾ മൊത്തം അവസാനിക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ, കൺസംഷൻ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് എൻഡ്ലെസ് ആണ്. അതാണ് it studies society which is immortal. It is also known as income theory. It is the method of study is called general equilibrium analysis. കാരണം ജനറൽ ആണ്, മൊത്തം കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. സോ ഒരു പ്രാവശ്യം കൂടി, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേർഡ്സ് ഐ വ്യൂ, സ്റ്റഡീസ് അഗ്രിഗേറ്റ്സ് ഓഫ് എക്കണോമിക് യൂണിറ്റ്. It deals with determination of general price level and output in the economy. The method of study is called general equilibrium analysis. It is also known as income theory. It studies society which is immortal. അടുത്തത് സബ്ജക്ട് മാറ്റർ ഓഫ് മാക്രോ എക്കണോമിക്സ്. എന്തൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്? ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ദ ലെവൽ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ടോട്ടൽ ഔട്ട്പുട്ട്, ജനറൽ പ്രൈസ് ലെവൽ, ഓവറോൾ എംപ്ലോയ്മെന്റ് ഇൻ ദ കൺട്രി. അതേപോലെ രാജ്യത്തെ മൊത്തം ഉൽപാദനം, മൊത്തം വില നിലവാരം, മൊത്തം ഓവറോൾ എംപ്ലോയ്മെന്റ്, ഇതെല്ലാമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇറ്റ് സ്റ്റഡീസ് ഫോറിൻ ട്രേഡ് ആൻഡ് ട്രേഡ് ബാലൻസസ്. അതോടൊപ്പം ഈ മാക്രോ എക്കണോമിക്സിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, അതായത് ഫോറിൻ ട്രേഡ് ബാലൻസസ്, ഇതെല്ലാം മാക്രോ എക്കണോമിക്സിന്റെ കീഴിൽ വരുന്നതാണ്. അടുത്തത് ഇറ്റ് സ്റ്റഡീസ് ദ കോസസ് ഓഫ് ഡിസീക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്. വാട്ട് ഈസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് എ കൺട്രി ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ മണി flowing into the country in a particular period of time and the outflow of money to the rest of the world. നമ്മുടെ രാജ്യത്തിനകത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണവും നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന പണവും, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് കൂടുകയും അങ്ങോട്ട് പോകുന്നത്, പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൂടുകയും ചെയ്താൽ there is disequilibrium അല്ലെ? നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ വരികയും നമ്മുടെ വരുമാനം പുറത്തേക്ക് കുറയുകയും ചെയ്താൽ നമുക്ക് ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആയിരിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റ് തന്നെ ഈക്വൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ട്, അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ട്, ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ട്. അത് നമുക്ക് കിട്ടുന്ന വരുമാനം കൂടുകയും കുറയുകയും ചെയ്യുന്ന അനുസരിച്ചാണ് ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റ് വരുന്നത്. It studies how monetary and fiscal policies affect the economy. Monetary policy എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫിസ്ക്കൽ പോളിസിയിൽ
ടാക്സേഷൻ, എക്സ്പെൻഡിച്ചർ, റവന്യൂ. ഗവൺമെന്റിന്റെ റവന്യൂ എന്ന് പറയുന്നത് ടാക്സേഷൻ ആണ്. ടാക്സേഷൻ, എക്സ്പെൻഡിച്ചർ, ബോറോയിങ്, ഇത് മൂന്നുമാണ് ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത്. ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ പോളിസിയാണ്. സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിന് കൊടുക്കുന്ന പണം, പലിശ നിരക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം മോണിറ്ററി പോളിസിയിൽ വരുന്നു. ഇറ്റ് സ്റ്റഡീസ് ഹൗ ഇക്കണോമിക് പോളിസീസ് ക്യാൻ ആക്സിലറേറ്റ് ഇക്കണോമിക് ഗ്രോത്ത്. ഇതിൽ എന്താണ് പഠിക്കുന്നത്? എങ്ങനെയാണ് നല്ല സാമ്പത്തിക നയം രാജ്യത്തെ സാമ്പത്തിക വളർച്ച കൂട്ടുന്നത്. ഇപ്പോൾ 5 year പ്ലാൻ ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കൂട്ടാനായിട്ട് സഹായിച്ചു. അപ്പോൾ ഇറ്റ് സ്റ്റഡീസ് ഹൗ ഇക്കണോമിക് പോളിസീസ് ക്യാൻ ആക്സിലറേറ്റ് ഇക്കണോമിക് ഗ്രോത്ത്. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s ആണ് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വരുന്നതും ഈ ഗ്രേറ്റ് ഡിപ്രഷൻ 1930s ബന്ധമുണ്ട്. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ലാസ്റ്റഡ് ഫ്രം 1929 to 1939. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ തുടങ്ങിയത് 1929 ഇതിൽ തീർന്നത് 1939 ആൻഡ് വാസ് ദ വേഴ്സ്റ്റ് ഇക്കണോമിക് ഡൗൺ ടേൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ്. അതായത് 1929 എന്താണ്, ലോകത്തെ തന്നെ സമ്പദ് വ്യവസ്ഥ മൊത്തം വളരെ താഴെ പോയ ഒരു സ്ഥിതിവിശേഷമാണ്. The worst economic downturn in the history of the industrialized world. It began after the stock market crash of October 2029. ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1929 സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നതോടുകൂടിയാണ് ഈ പറയുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തത്. വിച്ച് സെന്റ് വാൾ സ്ട്രീറ്റ് into a panic and wiped out millions of investors. എന്താണ്? വാൾ സ്ട്രീറ്റ് into a panic and wiped out millions of investors. ഒത്തിരി ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പണം നഷ്ടം വന്നു, സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു. ഈ പറയുന്ന വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സെന്റർ ഇൻ ദ വേൾഡ്. വാൾ സ്ട്രീറ്റ് വാസ് ഇനിഷ്യലി യൂസ്ഡ് ടു റെഫർ to the select group of large independent brokerage firms that dominate the US investment industry. അത് വലിയ ഇൻവെസ്റ്റേഴ്സും വലിയ ബ്രോക്കേഴ്സും വരുന്നതാണ് US-ലെ വാൾ സ്ട്രീറ്റ്. അവിടെ തകർച്ച വന്നതോടുകൂടി ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ഭയങ്കരമായി ബാധിച്ചു. The Great Depression of 1930s causes. What are the causes of Great Depression? Causes: സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഓഫ് 1929. 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തത്. മെനി ബിലീവ് erroneously that the stock market crash that occurred on Black Thursday, October 29, 1929 is one and the same with the Great Depression. 1929 സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നതാണ് ഈ പറയുന്ന ഡിപ്രഷന് മെയിൻ ആയിട്ടുള്ള കാരണം. അത് എന്തായിരുന്നു? ബ്ലാക്ക് തേഴ്സ്ഡേ. അത് ഒക്ടോബർ 29 എന്ന് പറയുന്നത് ഒരു കറുത്ത ചൊവ്വാഴ്ചയായിരുന്നു അല്ലേ? ബ്ലാക്ക് ട്യൂസ്ഡേ കറുത്ത ചൊവ്വാഴ്ചയായിരുന്നു. 1929 ഒക്ടോബർ 29 ഒരു കറുത്ത ചൊവ്വാഴ്ചയായിരുന്നു. വൺ ആൻഡ് സെയിം വിത്ത് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. പിന്നെ ബാങ്ക് ഫെയിലിയേഴ്സ് ഒരു കാരണമാണ്. ഒന്നാമത്തെ കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്, രണ്ടാമത്തെ കാരണം ബാങ്ക് ഫെയിലിയേഴ്സ്. അടുത്തത് റിഡക്ഷൻ ഇൻ പർച്ചേസിങ് അക്രോസ് ദ ബോർഡ്. അതായത് പർച്ചേസിങ് മൊത്തം കുറഞ്ഞു. ലോകം മുഴുവൻ പർച്ചേസിങ്ങിൽ ഭയങ്കരമായ ഇടിവ് വന്നു. ഡ്രോത്ത് കണ്ടീഷൻസ്, വരൾച്ച ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷന് കാരണങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്, ബാങ്ക് ഫെയിലിയേഴ്സ്, റിഡക്ഷൻ ഇൻ പർച്ചേസിങ് അക്രോസ് ദ ബോർഡ്, ഡ്രോത്ത് കണ്ടീഷൻസ്. അടുത്തത് ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ 1930s. The Great Depression challenged American families in major ways.
അമേരിക്കൻ ഫാമിലീസിനെ ഭയങ്കരമായിട്ട് അത് വെല്ലുവിളിച്ചു. പ്ലേസിംഗ് ഗ്രേറ്റ് ഇക്കണോമിക്, സോഷ്യൽ, സൈക്കോളജിക്കൽ സ്ട്രെയിൻസ് ആൻഡ് ഡിമാൻഡ് അപ്പോൺ ഫാമിലീസ് ആൻഡ് ദ മെമ്പേഴ്സ്. ഈ സമ്പന്നരായിട്ടുള്ള അമേരിക്കൻ ഫാമിലീസിൽ സാമ്പത്തികവും സാമൂഹികവും മാനസികവുമായിട്ടുള്ള ഭയങ്കരമായ സ്ട്രെയിൻ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെട്ടു. മില്യൺസ് ഓഫ് ഫാമിലീസ് ലോസ്റ്റ് ദ സേവിങ്സ് ആൻഡ് ന്യൂമറസ് ബാങ്ക്സ് കൊളാപ്സ്ഡ് ഇൻ ദ ഏർലി 1930s. ഒത്തിരി കുടുംബങ്ങൾ തകർന്നു, അവരുടെ സേവിങ്സ് നഷ്ടപ്പെട്ടു, ഒത്തിരി ബാങ്ക് കൊളാപ്സ് ആയി. അടുത്തത് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. മാക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കോണമിസ്റ്റ് ആണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ജോൺ മെയ്നാർഡ് കെയ്ൻസ് is an English economist, journalist and financier, best known for his economic theories Keynesian economics. അദ്ദേഹത്തിന്റെ economics Keynesian economics എന്നാണ് പറയുന്നത്. On the causes of prolonged unemployment. അടുത്തത് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. His most important work, The General Theory of Employment, Interest and Money, 1935 to 36, advocated a remedy for economic recession based on a government-sponsored policy of full employment. ജോൺ മെയ്നാർഡ് കെയ്ൻസിന്റെ ബുക്കിന്റെ പേരാണ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അതിലെന്താണ് പറയുന്നത്? ഈ പറയുന്ന സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും കരകയറണമെങ്കിൽ ഗവൺമെന്റ് സ്പോൺസേർഡ് പോളിസി ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് പോളിസി വേണം, ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഫിസ്ക്കൽ പോളിസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു.